ഒരു ഡെന്റിസ്റ്റിന് സക്സസ്ഫുൾ ആയിട്ട് ഒരു ക്ലിനിക്ക് നടത്തി പോകണമെങ്കിൽ ഏറ്റവും പ്രൈം ആയിട്ടുള്ളത് ആൾക്ക് വലങ്കൈയായിട്ട് ഒരു അസിസ്റ്റന്റ് വേണം. കാര്യങ്ങളൊക്കെ അത്യാവശ്യം മാനേജ് ചെയ്യാൻ അറിയുന്ന ഒരു നല്ലൊരു അസിസ്റ്റന്റ് കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ആ ക്ലിനിക്ക് നടത്തിക്കൊണ്ടു പോകാൻ ഡെന്റിസ്റ്റിന് പറ്റും. ഒരു ഡെന്റൽ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഡെന്റൽ ക്ലിനിക്കിന്റെ ഫ്രണ്ട് ഓഫീസ് തൊട്ട് സ്റ്റെറിലൈസേഷൻ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വൃത്തിയാക്കൽ വരെ എല്ലാ ഡ്യൂട്ടീസും ഓൾമോസ്റ്റ് ഡെന്റൽ അസിസ്റ്റന്റിന്റെ ആണ്. പേഷ്യന്റിൽ തൊടാതെ ബാക്കി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാന്നുള്ളത് ഡെന്റൽ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. ഇന്നിപ്പം മാറി വരുന്നൊരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ട് ഏതെങ്കിലും ഒരാളെയാണ് എടുക്കാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ പതിയെ പതിയെ ഡെന്റൽ അസിസ്റ്റന്റ് കോഴ്സ് കംപ്ലീറ്റ് ആയവർക്ക് മാത്രം ഈ ഒരു അസിസ്റ്റന്റ് ആയിട്ട് DA ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസി പല ക്ലിനിക്കുകളിലും, പല മേജർ ക്ലിനിക്കുകളിലും ഇന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഡെന്റൽ അസിസ്റ്റന്റിന്റെ ഒരു ഇന്റേൺഷിപ്പ് എങ്കിലും കംപ്ലീറ്റ് ചെയ്യണം, കോഴ്സ് പഠിച്ച് ഇന്റേൺഷിപ്പ് എങ്കിലും കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇന്റേൺഷിപ്പ് എങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവരെ ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ട് ക്ലിനിക്കിൽ എടുക്കുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് ഇന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡെന്റൽ അസിസ്റ്റന്റ് കോഴ്സ് വളരെ റെലവെന്റ് ആണ്. ഒരു ഡെന്റൽ അസിസ്റ്റന്റ് ആവുമ്പോൾ പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതായത് ഫ്രണ്ട് ഓഫീസിൽ നിങ്ങളെ ആയിരിക്കും ആദ്യം പേഷ്യന്റ് കാണുക. റിസപ്ഷനിൽ നിൽക്കുന്ന, ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന നിങ്ങളെ ആയിരിക്കും ആദ്യം പേഷ്യന്റ് കാണുക. കാരണം നോർമൽ കേസസിൽ ഒരു ഡെന്റിസ്റ്റും ഒരു ഡെന്റൽ അസിസ്റ്റന്റും മാത്രമേ ഒരു ക്ലിനിക്കിൽ ഉണ്ടാവുള്ളൂ, നോർമൽ കേസസിൽ. പക്ഷെ കുറച്ച് ഹൈ കേസ് ക്ലിനിക്സ് ഒക്കെ ആണെങ്കിൽ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും, പിന്നെ DA എന്ന് പറഞ്ഞിട്ട് വേറെയും ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ടും ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ നോർമൽ ഒരു ക്ലിനിക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡെന്റൽ അസിസ്റ്റന്റും ഡെന്റിസ്റ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ റിസപ്ഷൻ ഡ്യൂട്ടി ഡെന്റൽ അസിസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ പേഷ്യന്റ് വരുമ്പം പേഷ്യന്റിന് എന്താ പ്രശ്നം എന്ന് അന്വേഷിക്കുക, അവരുടെ വിവരങ്ങൾ കറക്റ്റായിട്ട് ഡോക്യുമെന്റ് ചെയ്യുക. ഇതെല്ലാം ഇവിടുന്ന് തുടങ്ങുന്നതാണ് ഡെന്റൽ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് ആ പേഷ്യന്റിനെ ഇരിക്കാൻ വേണ്ടി ഡെന്റൽ ചെയർ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ് ആണോ വെക്കേണ്ടത് അത് കറക്റ്റായിട്ട് വെക്കുക. ഫസ്റ്റ് വെക്കേണ്ട കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അത് കറക്റ്റായിട്ട് വെക്കുക. പേഷ്യന്റിനെ സീറ്റ് ചെയ്യാം, ഡെന്റൽ ചെയറിൽ പേഷ്യന്റിനെ ഇരുന്നിട്ട് ഡോക്ടർ വരും. അപ്പോൾ ഡോക്ടർ വന്ന് കാണും. പിന്നെ ഡോക്ടർ എന്താണോ പറയുന്നത്, ഏത് ഇൻസ്ട്രുമെന്റ് ആണോ എടുക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ ചെയ്യാൻ പറയുന്നത്, അത് ചെയ്യല് ഡെന്റൽ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. ഒരു ഡെന്റൽ അസിസ്റ്റന്റ് കോഴ്സ് ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇപ്പം തുടക്കത്തിലൊക്കെ ഇന്നത് എടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ ഒരു 6-7 മാസം ട്രെയിനിങ് കിട്ടിയാൽ പോലും ഏതാണ് ഇൻസ്ട്രുമെന്റ്, ഏതാണ് സാറ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാവാൻ നോർമൽ ആൾക്കാർക്ക് സാധിക്കില്ല. ഒരുപാട് ട്രെയിനിങ് വേണം അതിന്. കാരണം ഒരേപോലെ ഇരിക്കുന്ന പല ഇൻസ്ട്രുമെന്റ്സും ആണ് നമ്മുടെ ഈ ഡെന്റിസ്റ്റ് ഫീൽഡിലുള്ളത്. ഇത് നോർമൽ ഒരു മെഡിക്കൽ നേഴ്സുമാർക്കോ അല്ലെങ്കിൽ OT ടെക്നീഷ്യൻസിനോ ഒന്നും ഈ ഇൻസ്ട്രുമെന്റ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഓരോ ഫീൽഡിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പൊ അതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടൊരു ഡെന്റൽ അസിസ്റ്റന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യലാണ് ഏറ്റവും നല്ല ഒരു വേ. അപ്പോൾ നിങ്ങളിപ്പം ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ ഒരു ക്ലിനിക്കിലോട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റും വെച്ച് നിങ്ങൾ കയറാൻ നിന്ന് നിങ്ങളുടെ ഫസ്റ്റ് പെർഫോമൻസിൽ തന്നെ ഇവർക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് കാണുമ്പോൾ തന്നെ ആ ഡെന്റിസ്റ്റിന് ഒരു ഇംപ്രഷനും ഉണ്ടാവും. പിന്നെ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുണ്ടാവും. അതല്ലാതെ നോർമലി അതെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പോയി എടുക്കുക, അല്ലാതെ മുകളിലോട്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഇപ്പോൾ പല ക്ലിനിക്സിലും കണ്ടുവരുന്നൊരു കാര്യമാണത്. ചിലരോടൊന്നും ഇന്നത് എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുക്കാൻ അവർക്ക് അറിയില്ല. സിമ്പിൾ ആയിട്ടുള്ള വല്ല കാര്യമായിരിക്കും, പക്ഷെ അത് അവർക്ക് അറിയില്ല. കാരണം അവര് അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ചിലപ്പോൾ വന്നു കയറി ഒരു 5-6 മാസേ ആയിട്ടുണ്ടാവുള്ളൂ, അവർക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഓരോന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലാതെ നോർമലി ഒരാൾക്ക് മനസ്സിലാവില്ല. കാരണം നമ്മുടെ ഓരോ വശത്തോട്ടും യൂസ് ചെയ്യുന്ന, ഇടതുവശത്തും വലതുവശത്തും യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് പിന്നെ ഒരേ സാധനമായിരിക്കും കാണാൻ, പക്ഷെ ഉപയോഗം
വേറെ വേറെ ആയിരിക്കും. അതൊക്കെ കറക്റ്റ് ഓരോ ഇൻസ്ട്രുമെന്റ്സും ഓരോ മെറ്റീരിയൽസും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നേ വേണം. അതുപോലെ ഇപ്പോൾ റേഡിയോഗ്രാഫ്സ് എടുക്കുക, എക്സ്റേ എടുക്കുക എന്നുള്ള ഒരു കേസ് വരികയാണെങ്കിൽ നോർമലി ഇപ്പൊ എല്ലാ ക്ലിനിക്സിലും എക്സ്റേ എടുക്കുന്ന സെറ്റപ്സ് ക്ലിനിക്കിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പണ്ട് കാലത്തായിരുന്നെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി എടുക്കണമായിരുന്നു. അപ്പോൾ ഡെന്റിസ്റ്റ് എക്സ്റേ എടുക്കുമ്പോൾ അതില് ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടി വേണം. കാരണം ഇപ്പോഴത്തെ എക്സ്റേ മെഷീൻസ് ഒക്കെ ഈ പോർട്ടബിൾ ആണ്, നമുക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന അങ്ങനത്തെ മെഷീൻസ് ആണ്. അപ്പം ഉള്ളില് ഒരാള് ഫിലിം വെക്കുമ്പോൾ മറ്റാള് പുറത്തുനിന്ന് എടുത്തു കൊടുക്കാൻ ഉണ്ടായിരിക്കണം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പിടിച്ച് എടുത്തു കൊടുക്കാൻ ഡെന്റൽ അസിസ്റ്റന്റിനെ അറിഞ്ഞിരിക്കണം. അപ്പോ അതൊക്കെയാണ് പേഷ്യന്റിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ഡെന്റൽ അസിസ്റ്റന്റിന് ഉണ്ടാവുന്ന കാര്യങ്ങൾ. അതുകൂടാതെ സക്ഷൻ പിടിക്കുക എന്ന് പറയും, അതായത് വായന്ന് വെള്ളം വലിച്ചെടുക്കുക. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ അവിടെ ഡെന്റൽ ക്ലിനിക്കിൽ ഉണ്ടായി, പെട്ടെന്ന് പേഷ്യന്റിന് അപസ്മാരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷുഗർ കുറയുക, തലകറക്കം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ ഡെന്റിസ്റ്റിനെ സഹായിക്കാൻ ആ സമയത്ത് ഡെന്റൽ അസിസ്റ്റന്റിന് കഴിഞ്ഞിരിക്കണം. ഡെന്റിസ്റ്റ് ഇതങ്ങനെ ചെയ്യൂ, ഇതിങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ വിവരം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് മാതിരി എല്ലാ എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഓരോ മെറ്റീരിയൽസിന്റെ യൂസേജും, ഓരോ മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെന്റിസ്ട്രിക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. 9 ബ്രാഞ്ചുകൾ ആക്ച്വലി ഉണ്ട്, അതിൽ 8 ക്ലിനിക്കൽ ബ്രാഞ്ചുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ ബ്രാഞ്ചുകളിലൊക്കെ ഓരോ ബ്രാഞ്ചിലും ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണ് ഏതാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അപ്പോൾ അതിനനുസരിച്ച് ഡെന്റിസ്റ്റ് എന്ത് പറയുമ്പോഴും അത് ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് അതിനുള്ളൊരു എബിലിറ്റി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ലക്ഷ്യം വരുന്നത്. പിന്നെ അതിന്റെ കൂടെ ഒരു ഇന്റേൺഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ ഇൻസ്ട്രുമെന്റ്സിന്റെ നമ്മൾ പേഷ്യന്റിൽ യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളും എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം അതൊന്നും ഒരു നോർമൽ ആൾക്കാർക്ക് ഇതൊരു ഡസ്റ്റ്ബിന്നിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിടുക എന്ന് മാത്രമേ അറിയണ്ടാവുള്ളൂ. പക്ഷെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ഒരാൾക്കറിയാം അവിടെ ബ്ലൂ, യെല്ലോ, റെഡ്, ഗ്രീൻ, വൈറ്റ് അങ്ങനെ 4-5 കളറിലുള്ള ബോക്സസ് അവിടെ ഉണ്ടാവും. ഓരോ ബോക്സിനും സ്പെസിഫിക് ആയിട്ട് സാധനങ്ങൾ കൊണ്ടുപോയിടേണ്ടതാണ്. വൈറ്റിൽ ഇടേണ്ട സാധനം കൊണ്ടുപോയി ബ്ലൂയിൽ ഇടാൻ പാടില്ല, അല്ലെങ്കിൽ റെഡിൽ ഇടാൻ പാടില്ല. കാരണം അതൊക്കെ പ്രോട്ടോകോൾ വയലേഷൻ ആണ്. കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ക്രൈറ്റീരിയാസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, ഓരോ കളർ കോഡിങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതൊക്കെ കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യലൊക്കെ ഡെന്റൽ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. ഡെന്റിസ്റ്റ് പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലൗസ് ഊരി ആ ട്രേയിൽ വെച്ചിട്ട് അവിടെ നിന്ന് പോകും. ബാക്കി അവിടെ ക്ലീൻ ചെയ്യുക, അണുവിമുക്തമാക്കുക എന്നുള്ളത് ഡെന്റൽ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയിൽ വരുന്നത്. അപ്പൊ അത് അണുവിമുക്തമാക്കാൻ തന്നെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ ചിലത് വളരെ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ടോക്സിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ ഗാഢത കൂടിയ ആസിഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നതാണെങ്കിലും എല്ലാം. അപ്പൊ അതൊക്കെ കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇഞ്ചുറി വരും, പൊള്ളിപ്പോവാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണ്, എങ്ങനെ കണ്ടാൽ മനസ്സിലാക്കാം, എങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം എന്നതൊക്കെയാണ് നമ്മൾ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വരുന്നത് ഇതിന്റെ കൂടെ ജസ്റ്റ് ഓഫീസ് മാനേജ്മെന്റ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും നമ്മുടെ കമ്പ്യൂട്ടർ ഹാൻഡ്ലിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ഇതിന്റെ ആഡ് ഓൺ ആയിട്ട് വരുന്ന കാര്യമാണ്. നോർമൽ ഒരു ഡെന്റൽ അസിസ്റ്റന്റ് കോഴ്സിൽ കമ്പ്യൂട്ടർ സ്കിൽസും ഓഫീസ് മാനേജ്മെന്റ് സ്കിൽസും ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഫെസിലിറ്റിയാണത്. സോ ഇതൊക്കെയാണ് കോഴ്സിന്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. A to Z ഒരു ഡെന്റൽ ക്ലിനിക്ക് എങ്ങനെ മാനേജ് ചെയ്യണം, ഒരു ഡെന്റിസ്റ്റിന് എങ്ങനെ നല്ലൊരു അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നത് എന്തായാലും ഈ 2 മാസത്തെ കോഴ്സിൽ നിങ്ങൾ പഠിച്ചിരിക്കും. അതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അണുവിമുക്തമാക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളാണ് ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു വ്യക്തി കറക്റ്റായിട്ട് അണുവിമുക്തമാക്കിയിട്ടില്ലെങ്കിൽ അത് പേഷ്യന്റിന്റെ ലൈഫിന് വരെ ഡേഞ്ചറാണ്. കറക്റ്റായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാത്ത ഇൻസ്ട്രുമെന്റ്സ് ഒരു പേഷ്യന്റിന് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുറച്ച്
പ്രതിരോധശേഷി കുറവുള്ള ആളാണെങ്കിൽ അത് ആളുടെ മരണത്തിന് വരെ കാരണമാവും. ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരു പല്ലുവേദന മതി ഹാർട്ട് അറ്റാക്ക് വരാൻ. അത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് കണക്കിലെടുത്തുകൊണ്ടാണ് ഡെന്റൽ അസിസ്റ്റന്റ് കോഴ്സ് എന്നുള്ള ഒരു കോഴ്സ് നമ്മൾ മൊത്തത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അപ്പൊ അതിന്റെ ഒരു ഷോർട്ടായിട്ട് 2 മാസത്തെ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. എസെൻഷ്യൽ ആയിട്ടുള്ള വളരെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു 2 മാസത്തെ കോഴ്സ്. നോർമലി ഒരു 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു കോഴ്സാണ് ഇത് ഡെന്റൽ അസിസ്റ്റന്റ്. പക്ഷെ അത്യാവശ്യം വേണ്ട ഒരു ജോലിക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന മിനിമൽ ഫീസും കൂടിയാണ് ഇവർ വാങ്ങുന്നത്. അപ്പം മിനിമൽ ആയിട്ടുള്ള ഒരു സംഭവം, ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നതാണ്. പിന്നെ അതിന്റെ കൂടെ ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സോഫ്റ്റ് സ്കിൽസും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു കാര്യം, നമ്മളിപ്പോ റിസപ്ഷനിലോട്ടായിരിക്കുമല്ലോ എൻക്വയറി കോൾസ് ഒക്കെ വരിക. ആ സമയത്ത് നോർമൽ ഒരു ഡെന്റിസ്റ്റിന് പുറമെ സ്പെഷ്യലിസ്റ്റുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ഡോക്ടർ, മോണരോഗ വിഭാഗം, പല്ലിൽ കമ്പിയിടുള്ള. അപ്പൊ അതൊക്കെ ഇപ്പം എന്റെ പ്രശ്നം ഇന്നതാണ്, അതിനുള്ള ഡോക്ടർ എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, ഡെന്റൽ അസിസ്റ്റന്റിന് പറയാൻ പറ്റണം. സോ ഇത് ഇന്ന പ്രശ്നത്തിന് ഇന്ന ഡോക്ടറെയാണ്, ഇന്ന സ്പെഷ്യലിസ്റ്റിനെയാണ് കാണിക്കേണ്ടത് എന്നത് വ്യക്തമായിട്ട് അറിയാത്ത ഒരാളാണെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് മര്യാദക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോയിന്റ്മെന്റ്സ് മിക്സപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊക്കെ ബ്രാഞ്ചിന് ഏതൊക്കെ ഡോക്ടറാണ്, ആ ഡോക്ടറിന് എന്താണ് പറയുക, ആ ഡോക്ടർ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുക, ഇതെല്ലാം ഡെന്റൽ അസിസ്റ്റന്റിനും ഏകദേശ ധാരണ ഉണ്ടാവും. അപ്പം അതെല്ലാം നമ്മൾ ഈ കോഴ്സിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഡെന്റൽ അസിസ്റ്റന്റ് പ്രോഗ്രാമിന്റെ അഡ്മിഷനോ കൂടുതൽ വിവരങ്ങൾക്കോ ഈ വീഡിയോയോടൊപ്പം നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.